Krishna Leela, Joy Alucas, world's favorite jeweler. ലാലേട്ടൻ കുറച്ചുകൂടി യങ്ങായി ക്യൂട്ടായി. നിങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടായത്? നമ്മളിൽ എന്താ മാറ്റം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ യങ്ങായി ക്യൂട്ടായി, നമുക്ക് പ്രായമായി, എങ്ങനെയാണോ? ലീഡ് ഇട്ടുതരാൻ പറയല്ലോ ഡബ്ബയുമ്പോ. ഇച്ചിരി മണി ലീഡ് ഇട്ടുള്ളൂ, അതിന്റെ കുറച്ചുകൂടെ മുന്നേ ലീഡ് ഇട്ടുതരാൻ പറഞ്ഞ ഇട്ട് തരണില്ല, കാണിക്കുന്നില്ല. ലണ്ടനിലേക്കൊക്കെ എത്ര പോവാൻ തീരുമാനിച്ചത് സിനിമയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. തൽക്കാലത്തേക്കല്ല, മൊത്തത്തിലൊരു ബ്രേക്ക് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതെന്താ? ീനുണ്ടോടി അമ്പിളിച്ചന്ത. അപ്പൊ ഞാനൊക്കെ ഇത് ഞാനായിരുന്നില്ലേ. പയ്യന്മാരും പെൺകുട്ടികളൊക്കെ കഴിഞ്ഞ മോളെ മോളേന്ന് ഞാൻ വിളിക്കാറുണ്ട് ഇപ്പൊ. ആണല്ലേ? എനിക്ക് മാത്രം പറ്റിയതല്ല. ഞാൻ മോളെ മോനേന്നോ. അപ്പൊ ഞാൻ വൈബ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം. പക്ഷെ ഇത് എസ്തർന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. സിനിമയിൽ അഭിനയിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും എസ്തർ ചെറിയ കുട്ടിയാണെന്നുള്ള ഫീൽ വരുന്നുണ്ട്. എനിക്കൊരു 10 കൊല്ലം കഴിയുമ്പോൾ അഡ്വാൻറ്റേജ് ആയിരിക്കും. എത്ര പ്രായമായാലും 13 വർഷം ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ, ലോക സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ സിനിമ ഉണ്ടോ? ഉണ്ടല്ലേ? കുറെ ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൺട്രോളർ വിളിച്ചിട്ട് ചോദിച്ചു എന്തായിട്ട് എന്നെ മാറ്റിയത്. എൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് പറഞ്ഞൂടെ. പുറത്താരും അറിയാതെ കാര്യം നോക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം മമ്മിയൊക്കെ ഡോർ നോക്ക് ചെയ്യുമ്പോൾ അറിയാത്ത പോലെ സംസാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ഭയങ്കര ഡിപ്രഷൻ എന്നാണോ എന്താ പറയണത് എനിക്കല്ല. ഭാസ്കർ ദി റാസ്കലിന് ഓഡിഷൻ ചെയ്യാൻ പോയായിരുന്നു. എന്നെ റീപ്ലേസ് ചെയ്തതല്ല, എനിക്ക് കിട്ടിയില്ല. അപ്പൊ അത് പറയണം തോന്നി. അതത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് വേദനിപ്പിക്കുന്ന ക്രൂരമായ വിനോദങ്ങളില്ലായിരുന്നു. ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി 4, 5, 6 ഒക്കെ ഉണ്ടാവട്ടെ. അതിലൊക്കെ നിങ്ങൾ ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് പ്രായമായ അമ്മൂമ്മയായൊക്കെ ഉള്ള ലെവലിലേക്ക്. അപ്പൊ ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റും. ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. ഇപ്പോൾ ദൃശ്യം 3 വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ഹസൻ ആൻഡ് എസ്തർ എടേൽ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ ഇങ്ങനെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും വളരെ രസകരമായ കുറച്ച് ഫോട്ടോസ് കണ്ടു. ഞാനൊന്ന് കാണിക്കട്ടെ. ഇതായിരിക്കുന്നു ഒരു കുഞ്ഞു. ഞാൻ തന്നെ അമ്മയപ്പ ഇങ്ങനെ കുറെ ഫോട്ടോ എടുത്ത് വെച്ചോണ്ട് അത് കാണുമ്പോ ഇങ്ങനെ അയ്യോടാ എന്ത് ഭംഗിയായിരുന്നു, എന്ത് ക്യൂട്ടായിരുന്നു നോക്കി. അയ്യോടാ, എപ്പോഴും നിന്നെ കാണാൻ നല്ല സുന്ദരി തന്നെ അല്ലേ? പിന്നെ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് ഇതിനെ പറ്റിയുള്ള. അപ്പക്ക് തല നിറച്ച് മുടി ഉണ്ടായിരുന്നു. അമ്മ എപ്പോഴും പറയേ ഭയങ്കര മുടിയുള്ള ഒരാളെയാണ് അമ്മ ഭയങ്കര മുടിയൊക്കെ കണ്ടാണ് പ്രേമിച്ചതെന്ന് പറയും. അപ്പൊ ഇതൊക്കെ അവരുടെ മറ്റേ സുവർണ്ണ കാലഘട്ടമാണ്. ഇങ്ങനെ അമ്മയ്ക്ക് ഫോട്ടോ നോക്കുമ്പോ മക്കളൊന്നും ആയിരിക്കില്ല നോട്ടോ, അയ്യോ എന്ത് സുന്ദരനാ ആ ഒരു സാധനം. അതുകൊണ്ട് ഓർത്ത് ഞാൻ പറഞ്ഞത്. അമ്മ എങ്ങനെ എപ്പോഴും ഇങ്ങനെ എവർഗ്രീൻ ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്ന ഈ മൂന്ന് പിള്ളേരും പ്രായപൂർത്തിയായ പിള്ളേര്. അതാണ് എങ്ങനെയാടാ? അതിന്റെ പകുതിയിലൊന്ന് തന്നിരുന്നെങ്കിൽ ഞാൻ ഇരുന്നേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അല്ല, അമ്മ ഫോർച്ചുനേറ്റ്ലി നല്ല ഈ പറഞ്ഞ നല്ല ഭംഗി. പിന്നെ ഭയങ്കര ആക്റ്റീവ് ആ പുള്ളിക്കാരത്തി. ഒരുപാട് നടക്കും, ഓടും. ഇപ്പൊ ജിമ്മിലൊക്കെ ഫുൾ അവര് ഗ്യാങ് ആയിട്ടൊക്കെ പോയി. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചില ആൾക്കാരുണ്ടല്ലോ ഒന്നും ചെയ്യണ്ട, അവര് ജീനാണത്. അത് അവർക്ക് വെള്ളം കുടിച്ചാലും ഞാൻ ആരുടെ ഇന്റർവ്യൂ കണ്ടപ്പോഴാ വിജയരാഘവൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ. അപ്പൊ അദ്ദേഹം ഇപ്പോഴും നല്ല സ്ലിം ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയാം അദ്ദേഹം ഒന്നും ചെയ്യാറില്ലെന്ന്. നല്ല സ്ലിം ആയിരിക്കുന്നു. ദൃശ്യം 3 പ്രിവ്യൂ നിങ്ങൾ കണ്ടോ? ഇല്ല, ഡബിംഗ് പ്രിന്റ് കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഡബ് ചെയ്യുമ്പോ പോലും ഉണ്ടല്ലോ, ഞാന് ലീഡ് ഇട്ടുതരാൻ പറയല്ലോ ഡബ് ചെയ്യുമ്പോ. ഇച്ചിരി മണി ലീഡ് ഇട്ടുള്ളൂ, അതിന്റെ കുറച്ചുകൂടെ മുന്നേ ലീഡ് ഇട്ടുതരാൻ പറഞ്ഞ ഇട്ട് തരണില്ല, കാണിക്കുന്നില്ല. ഞാൻ പറയും എനിക്ക് ഡയലോഗുള്ള സീൻസ് മാത്രം ആണ് നമുക്ക് ഡബ് ചെയ്യാൻ ഇട്ടിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയാം എന്റെ വേറെ സീൻസ് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറയാം അതില്ല. ആണല്ലേ? ദൃശ്യം 4 ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അകമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ലത് ആണ്. എസ്തറിന് എന്താ തോന്നുന്നത്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു 1 കഴിഞ്ഞിട്ടാണെങ്കിലും ഇനി 2 അങ്ങനെ ഒരു തോട്ടേ ഉണ്ടായിരുന്നില്ല. 2 ഉണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞു, അത് സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ന്യൂസ് ഒക്കെ വരും, പക്ഷെ 3 ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞപ്പോ 3 വന്നു. അപ്പോ എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാത്ത ആളാ പൊതുവെ ഒന്നിനെ പറ്റിയും. അപ്പോ അതുകൊണ്ട് അങ്ങനത്തെ എക്സ്പെക്ടേഷൻ വന്നാൽ ഇരട്ടി മധുരം ചെയ്യുന്നു, നമ്മൾ വീണ്ടും റീയൂണൈറ്റഡ് ആവുന്നു. ദാറ്റ് ഓൾസോ മീൻസ് ദൃശ്യം 3 ആൾക്കാർ സ്വീകരിച്ചു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. 3 കണ്ടിട്ടും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു, അവര് പറഞ്ഞു ഇപ്പം ആന്റണി സാർ പറഞ്ഞല്ലോ പാർട്ട് 4 ഉണ്ടാവും എന്നുള്ളത്. എപ്പോഴും ഒരു വാട്ട് ഇഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. നമുക്കത് ബിൽഡ് ചെയ്യാം.
പക്ഷെ അത് വേണോ വേണ്ടയോ എന്നുള്ളത് ഡയറക്ടറിന്റെയും പ്രൊഡ്യൂസറിന്റെയും അവരുടെ ഒരു ഡിസിഷൻ ആയിരിക്കും. സോ ഫാർ എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഈ ലണ്ടനിലേക്കൊക്കെ എസ്തർ പോവാൻ തീരുമാനിച്ചത് സിനിമയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു? തൽക്കാലത്തേക്കല്ല, മൊത്തത്തിലൊരു ബ്രേക്ക് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതെന്താ? അല്ല, അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ഒരു ജോലിയൊക്കെ ചെയ്യണം, എന്തോ നമുക്ക് അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ചാണല്ലോ. അപ്പൊ സിനിമ കുറെ വർഷം ചെയ്തല്ലോ, ചെറുതായിരുന്ന മുതൽ നമ്മൾ ആഗ്രഹിച്ചു വന്ന അല്ലെങ്കിലും ചെയ്തു, ഒരുപാട് വർഷം ചെയ്തു, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയതായിരുന്നു. അപ്പൊ ഞാൻ ഇനി സിനിമ ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാണ് ലണ്ടനിലേക്ക് പോകുന്നത്. സിനിമ ഒന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നൽ ഉണ്ടാവാൻ കാര്യം എന്താ? കാരണം നമുക്ക് അങ്ങനെ ഭയങ്കര ഓഫേഴ്സ് ഒന്നും അല്ല വരുന്നത്. എല്ലാം വരുന്നൊക്കെ ഓക്കെ ഇഷ്ടമാണ്. പിന്നെ നമുക്കായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തേടി പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓഡിഷൻ ചെയ്യുന്നു, നമ്മൾ മെസ്സേജ് അയക്കുന്നു. ഇതൊന്നും ഞാനും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചത് എനിക്ക് വേറെ ഞാൻ പഠിച്ച സെക്ടറിൽ എന്തോ എനിക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് ലണ്ടനിലേക്ക് പോകുന്നത്. ബട്ട് അപ്പോഴും ഓഫേഴ്സ് വേറെ ലാംഗ്വേജ് എന്നൊക്കെ വരുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്. ചിലത് വേണ്ടാന്ന് പറയുന്നു, ഫുള്ളായിട്ട് ഇല്ല എന്നുള്ള പോലെ വെച്ചില്ല. അപ്പോഴും വി വർ ജസ്റ്റ് ടോക്കിംഗ്, ഇങ്ങനെ ഡിസ്കഷനിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് 3 വിളിക്കുന്നത്. അപ്പൊ അതിൽ നമുക്കൊരു ഡിസിഷന്റെ ആവശ്യമില്ല, എന്തായാലും പോരാണ്. അപ്പൊ തിരിച്ചതേ. അപ്പൊ വീണ്ടും ഇനി അങ്ങോട്ട് പോകണമെന്ന് എന്തെങ്കിലും ആലോചനയുണ്ടോ? എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് 6 മാസം പുറത്തും 6 മാസം ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു വർക്ക് ലൈഫ് എനിക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇനി പഠിക്കാൻ പോകണമെങ്കിൽ ഏത് സബ്ജക്ട് ആയിരിക്കും എടുക്കുക? അല്ല, ഞാൻ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു ഡയറക്ടറും ഇല്ലേ? അതെ, ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. മൂവി ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ കോവിഡ് കാരണം സ്റ്റക്കായി പോയതായിരുന്നു. പിന്നെ ഒരു 2 years നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. വീടിനകത്ത് ലോക്ക് ചെയ്യപ്പെട്ടു. ആകെ പറ്റുന്ന കാര്യം കുക്ക് ചെയ്യുക, വീഡിയോ എടുക്കുക, വീട് റിനോവേറ്റ് ചെയ്യുക, വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കലാപരിപാടികളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കാണെങ്കിൽ മൂവീസും അങ്ങനെ ഓഫേഴ്സ് വരുന്നില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫിനാൻഷ്യലി ഉള്ള ആ ഒരു സ്റ്റെബിലിറ്റി അങ്ങ് നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ച് തലപൊകഞ്ഞ് ആലോചിച്ചിരിക്കുക, ഒന്നും ഒന്നുമില്ല. ആ സമയത്താണ് ദുബായിൽ നിന്ന് ഓഫർ വരുന്നത്, RJ ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണോ എന്ന്. ഓക്കെ റെഡി എന്നും പറഞ്ഞിട്ട് നേരെ ദുബായിക്ക് വിട്ടു. അങ്ങനെ ദുബായിൽ RJ ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്ത് ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് നാട്ടിലേക്ക് വന്ന സമയത്താണ് പിന്നെ ബിഗ് ബോസിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ദൃശ്യം 3ന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ദൃശ്യം 3 വരെ എത്തി നിൽക്കുന്നു. ഇങ്ങനെ എപ്പോഴെങ്കിലും ടെൻഷൻ തോന്നിയിട്ടുണ്ടോ, സിനിമ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചില്ല? ഒരിക്കലും ഇല്ല. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ദൃശ്യത്തിന്റെ മുന്നേ ഞാൻ കുറെ തമിഴ് മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഒരു കറക്റ്റ് സമയത്തുള്ള റിലീസോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. നല്ല മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പ്രോപ്പർ റിലീസായില്ല. ഒരു 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും റിലീസ് ആവണത്, അല്ലെങ്കിൽ റിലീസേ ആവുന്നില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ ദൃശ്യം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തമിഴ് കംപ്ലീറ്റ്ലി നിർത്തി. തമിഴിൽ പിന്നെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ദൃശ്യം തെലുങ്ക് വിളിച്ച സമയത്ത് ഞാൻ മലയാളത്തിൽ എനിക്ക് 2-3 വലിയ പടത്തിന്റെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതെല്ലാം കമ്മിറ്റ് ചെയ്തു. അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ, കാരണം മലയാളികളല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, നമ്മുടെ ആൾക്കാരല്ലേ എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചില്ല, ഒന്നും ചെയ്തില്ല. വാക്കാലെ കമ്മിറ്റ് ചെയ്തു. വലിയ പ്രോജക്ട്സ് ആയിരുന്നു. ഈ പ്രോജക്ട്സ് 3 പ്രോജക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. വലിയ ഹീറോസ്, വലിയ ബാനറൊക്കെ ആയിരുന്നു. പക്ഷേ അതിൽ 2 പടം നടന്നതുമില്ല. ഒരു പടം എന്നോട് പോലും പറയാതെ അവർ വേറെ ആരൊക്കെയോ വെച്ച് ഷൂട്ടും ചെയ്തു. അതിലൊരു ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ അവരുടെ അടുത്ത് അന്നും ഞാൻ പറയണ്ടേ എനിക്ക് തെലുങ്ക് ചെയ്യണം എന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ. അയ്യോ ഞങ്ങളുടെ അഭിമാനം പോയി പോകും, അൻസിബതിലോ ഇല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തതാണ്, നമ്മൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ വാക്കിനാണല്ലോ വില കൽപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ തെലുങ്ക് ഞാൻ വിളിച്ചു പറഞ്ഞില്ല, എനിക്ക് ഡേറ്റ് ഇല്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് വെയിറ്റ് ചെയ്തു. തെലുങ്ക് മൂവി എനിക്ക് മിസ്സാവുകയും ചെയ്തു. മലയാളത്തിലുള്ളതെല്ലാം സ്റ്റക്കായി, വേറെ ആളെ റീപ്ലേസ് ചെയ്ത് അഭിനയിപ്പിച്ചു. അവരോടൊന്നും ചോദിച്ചില്ലേ, റീപ്ലേസ് ചെയ്തവരോടെങ്കിലും അവരാരും വിളിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാനൊന്നുമില്ല. അപ്പം എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞു നിനക്കെന്നാ വിളിച്ച് ചോദിച്ചുകൂടെ. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് ഇപ്പം എന്തിട്ടാനാ, വിളിച്ച് ചോദിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറയും. അത് കേട്ടിട്ട് ശരി എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൂടിപ്പോയാൽ നമുക്ക് ദേഷ്യപ്പെടാം, എന്നാലും ഒന്നും കിട്ടാൻ പോണില്ല. ഞാൻ പറഞ്ഞത് വിട്ട് കളയാം, നമുക്ക് വേണ്ടാത്ത കാര്യം അതങ്ങ് വിട്ട് കളഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഇരുന്നതാണ് ഞാൻ. അപ്പോൾ സിനിമകളൊന്നും വേറെ ഇല്ലാത്ത സമയത്തും ഞാൻ വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ സിനിമ ഇല്ലാതെ ജീവിക്കാൻ, അല്ല സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ട് ഞാൻ ജീവിക്കുള്ളൂ എന്നൊന്നും ഞാൻ എഗ്രിമെന്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടും, പിന്നെ എനിക്ക് അല്ലാതെ എന്തൊക്കെ വർക്ക്സ് നമുക്ക് ചെയ്യാൻ പറ്റും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒക്കെ. അങ്ങനെ ഞാൻ ടെലിവിഷനിൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആങ്കറിങ് ചെയ്തതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് പരസ്യങ്ങൾ ഉണ്ടായിരുന്നു, ഇനോഗ്രേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ്
എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിന്റെ കുറച്ച് എനിക്ക് പൈസ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കി. എഴുതാനുള്ള ഒരു കഴിവ് ഉള്ളത് കൊണ്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഏതൊക്കെ മേഖലയിൽ നമുക്ക് കഴിവുണ്ടോ അത് ചെയ്യാം. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഏറ്റവും നന്നായിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുന്നൊരു കാര്യം, വീട് എപ്പോഴും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴും എൻ്റെ വീട് ഞാനിങ്ങനെ ഇന്നൊരു ദിവസം വന്നു കഴിഞ്ഞ് സോഫ സെറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന പോലെ ആയിരിക്കില്ല അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ അത് റീഅറേഞ്ച് ചെയ്തിടും. അപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യം അതാ. പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ചെന്നാൽ അവരെ വീടും ഞാൻ പോയി ക്ലീൻ ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ കുറെ നേരമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ എനിക്ക് ഒരു വൃത്തികേട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ പോയി വൃത്തിയാക്കും. അപ്പൊ പിന്നെ ഞാൻ ആലോചിക്കും, ഓക്കെ എനിക്കിപ്പോ ഒരു വർക്കും ഇല്ലെങ്കിൽ എനിക്കൊരു ഡീപ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ജീവിക്കാം, നല്ല ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കറിയാവുന്ന തൊഴിലുകൾ വെച്ച് ജീവിക്കാം. അപ്പൊ അതുകൊണ്ട് സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല, സിനിമ ഒരു ആഗ്രഹമാണ്. അത് മാത്രമല്ല, ദൃശ്യം 2 കഴിഞ്ഞിട്ടും വലിയൊരു മൂവി എന്നെ വിളിച്ചു. അപ്പോൾ അതും ഇങ്ങോട്ട് വന്നിട്ട് ഇത് നിങ്ങൾ തന്നെ ചെയ്താലേ നന്നാവുള്ളൂ, നിങ്ങൾ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, അല്ല വേറെ ആരെങ്കിലും ആണെങ്കിലും അത് ഓക്കെയാണ്, അല്ല നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് പറ്റൂല. അപ്പം ഞാൻ ശരി അങ്ങനെ കമ്മിറ്റ് ചെയ്തു. കൺട്രോളർ വിളിച്ചിട്ട് അഡ്വാൻസ് ഇടട്ടെ എന്ന് വയ്ക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പണ്ടത്തെ അനുഭവം ഇല്ലല്ലോ, ഇവർ അഡ്വാൻസ് ഇടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ എത്രയാണ് റെമ്യൂണറേഷൻ, ഇതൊക്കെ സംസാരിക്കുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആരുടെയും കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ ഈ പടത്തിൻ്റെ പൂജയുടെ ഫോട്ടോസ് ഇപ്പൊ പുതിയൊരു അതിലില്ലാത്തൊരു ആക്ട്രസ് പോസ്റ്റ് ചെയ്യുന്നു, പുള്ളിക്കാരി പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഞാൻ കേട്ട കഥയിലില്ലല്ലോ. അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. കാരണം ഏകദേശം എൻ്റെത് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്, ഇന്ന് റീപ്ലേസ് ചെയ്തതായിരിക്കും. പക്ഷെ ഞാൻ വിളിച്ചൊന്നുമില്ല കേട്ടോ ആരെ. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയിട്ടും ഇവരാരും വിളിച്ചില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി മാറ്റിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൺട്രോളറെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായിട്ട് എന്നെ മാറ്റിയത്, എൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് പറഞ്ഞൂടെ, ഞാൻ ഇതും പറഞ്ഞിട്ട് വേറെ വർക്ക് വന്നത് ഒഴിവാക്കി. അപ്പോൾ എന്തായി എന്ന് ചോദിച്ചപ്പോൾ പറയാം, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അൻസിബ ദൃശ്യത്തിൽ വലിയ ക്യാരക്ടറാണ് ചെയ്തത്, അതുകൊണ്ട് ഇതിൽ ചെറിയ ക്യാരക്ടറാണ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴാ ചേട്ടാ അങ്ങനെ പറഞ്ഞത്, അല്ല ഡയറക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഡയറക്ടർ വിളിച്ചു, സാർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞു, അല്ല അത് ഞാനല്ല പറഞ്ഞത്, വേറൊരാളാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ദൃശ്യത്തിൽ അൻസിബ ഇത്രയും വലിയ ക്യാരക്ടർ ചെയ്തല്ല, അപ്പോൾ ഇതിൽ കുറച്ച് ചെറിയ ക്യാരക്ടറാണിത്, അത് അൻസിബ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു കഥയാണെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി നമസ്കാരം. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെട്ടായിട്ടുള്ള ഒരു അനുഭവം എസ്തറിനുണ്ടോ? ഭാസ്കർ ദി റാസ്കലിന് ഓഡിഷൻ ചെയ്യാൻ പോയായിരുന്നു. എന്നെ റീപ്ലേസ് ചെയ്തതല്ല, എനിക്ക് കിട്ടിയില്ല, അതിൽ വിഷമം ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും ഒരു നാടൻ ടച്ചുള്ള റോളായിരുന്നു അതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നല്ല ഗ്ലാം ഒരു റോളാണല്ലോ. പിന്നെ മമ്മൂട്ടി അങ്കിള്, നയൻതാര ഒക്കെ ആയിരുന്നു. പക്ഷെ അനിക്കയാണ് ചെയ്ത്, അനിക്കയാണ് ബെസ്റ്റ് സൂട്ടും, കാരണം അതേ ഫേസ് കട്ടാണ് നയൻതാരയുടെ. അപ്പോൾ പക്ഷെ അത് ഓർക്കുന്നുണ്ട്, ദൃശ്യം കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ പേരൻസ് ആ കൂടുതലും അപ്പൊ എന്നെക്കാൾ കൂടുതൽ പലപ്പോഴും അവർക്കായിരുന്നു സിനിമ വേണം, സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതും. അപ്പോൾ ഞാൻ അതിനോട് അങ്ങനെ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ തന്നെ അത്ര അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല ആ പ്രായത്തിൽ സിനിമയോട്. കാരണം യു ആർ ഓൾസോ വെരി യങ്. ഇങ്ങനെ റീപ്ലേസ് ഇത് തന്നെ ഇപ്പൊ ഈ ഭാസ്കർ ദി റാസ്കലിന്റെ ഇൻസിഡന്റ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ചെറിയ പ്രായത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത്രയും ഇൻവോൾവ് ആണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ആയി പോയേനെ. അതുകൊണ്ട് ഞാൻ തന്നെ എന്തുകൊണ്ട് ആ പ്രായത്തിൽ അത്രയും ഒരു ഇത് എടുത്തില്ല തലയിൽ. ഓരോരുത്തർക്കും വിധിക്കപ്പെട്ടതാണ്. ഞാൻ ദൃശ്യം ചെയ്യുന്നതിന്റെ മുന്നേ എനിക്ക് വന്ന ഓഫറായിരുന്നു സെല്ലുലോയിഡ്. ഇപ്പൊ സെല്ലുലോയിഡില് റോസി, അപ്പൊ PK റോസി മലയാള സിനിമയിലെ ആദ്യത്തെ നായിക. അപ്പൊ അത് ചെയ്യാൻ പറ്റുക, അതൊരു ബയോപിക് ആണ്, അപ്പൊ അത് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഭാഗ്യമാണ്. അപ്പൊ ഞാൻ ഫോട്ടോ ഇതുപോലെ ഓഡീഷന് ഫോട്ടോ അയച്ചു, അങ്ങനെ സെലക്ട് ചെയ്തതാണ്. അപ്പോഴേ കമൽ സാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, PK റോസി ആയിട്ട് അൻസിബയ്ക്ക് സാമ്യമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും ഇതൊക്കെ വന്നതിൽ നിന്ന് അൻസിബ ഓക്കെ ആണ് അത് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ പറഞ്ഞു പക്ഷേ അൻസിബ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോസ്റ്റ് പ്രോബബ്ലി അൻസിബ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. അപ്പം ഞാനും വിചാരിച്ചു ഇപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പോണില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഷൂട്ട് തുടങ്ങണതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ചാന്ദിനിയെ ഇന്ത്യൻ വോയിസ് പ്രോഗ്രാമിൽ സാറ് കാണും, സാറിൻ്റെ വൈഫും ഒക്കെ കണ്ടു. അങ്ങനെയാണ് റോസി ആയിട്ട് അത് ക്യാരക്ടർ ചെയ്യാൻ കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള ആൾ പറഞ്ഞിട്ട് ചാന്ദിനിയെ സെലക്ട് ചെയ്തു. പക്ഷെ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ഞാനാണെങ്കിൽ മറ്റേ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നു, ഇതായിരുന്നു എൻ്റെ മെയിൻ സംഭവം. ഞാൻ എല്ലാവരുടെ അടുത്തും ഇത് പറഞ്ഞു. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കരയുന്നത് പുറത്താരും അറിയാതെ കരയാൻ നോക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ വീട്ടിൽ മുറിയിൽ അകത്തിരുന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് ഭയങ്കര കരച്ചില്ല. ഇപ്പം മമ്മിക്ക് ഡോർ നോക്ക് കഴിയുമ്പോൾ അറിയാത്ത പോലെ സംസാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ഭയങ്കര ഡിപ്രഷൻ എന്നാണോ എന്താ പറയണത് എനിക്കല്ല, ഭയങ്കര ചെറുതാ, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടം റിലീസ് ഡേയിൽ എൻ്റെ വീട്ടുകാരാണെങ്കിൽ എല്ലാ പടവും റിലീസ് ഡേ തന്നെ പോയി കാണും. അവർക്ക് ഈ പ്രശ്നമേ ഇല്ല. അപ്പോൾ സെല്ലിനോട് റിലീസ് ആയപ്പോൾ ഇതിന്റെ മുന്നേ പാട്ടൊക്കെ വന്നല്ലോ, പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായി. അപ്പോൾ പടം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അപ്സര തിയേറ്റർ കോഴിക്കോട്, അവിടെയാണ്. ഒരു ടിക്കറ്റ് എടുത്തിട്ട് പോവാറ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല. അപ്പോൾ എല്ലാവരും അല്ല നമുക്ക് പോവാം. അപ്പൊ എന്റെ ഇമോഷൻ മനസ്സിലാവണില്ല, എന്റെ ഇമോഷൻസിന് വിലയില്ല ഇവിടെ സത്യം പറഞ്ഞ. അങ്ങനെ ഞാൻ പിന്നെ മനസ്സോടെയൊക്കെ പോയി. അപ്പൊ പോയപ്പോഴും നല്ല മൂവിയാണ്. അപ്പൊ അതില് മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഏനുണ്ടോടി അമ്പിളിച്ചന്ത്. അപ്പൊ ഞാനൊക്കെ ഇത് ഞാനായിരുന്നില്ലേ, ഈ പാട്ട് ഞാൻ ചെയ്യണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളിരുന്ന് ചിരിക്കുന്ന ആ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ? അതൊന്ന് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ദൃശ്യത്തിന്റെ 100ാം ദിവസം ആഘോഷിക്കുന്ന സമയത്ത് കമൽ സാർ ഉണ്ടായിരുന്നു. സാർ എന്നെ കണ്ടിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഇതിപ്പോ 100ാം ദിവസം നീ ആഘോഷിച്ചില്ലേ, നിന്റെ ഇതല്ലേ ഭാഗ്യല്ലേ, അപ്പൊ നീ ചിലപ്പോ സെല്ലുലോഡ് ചെയ്തിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അതെ അതും ചെയ്യായിരുന്നോ. അതൊക്കെ അന്ന് വിഷമമുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ മനസ്സിലാക്കും അതില് അതൊക്കെ ഇപ്പൊ ഓരോ അരിമണിയിലും ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. അല്ല നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ 13 വർഷം ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ലോക സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ സിനിമ ഉണ്ടോ? ഉണ്ടല്ലേ, കുറെ മൂവീസ്. എസ്തർ തമിഴിലൊരു മൂവി ചെയ്തിട്ടുണ്ട്, 9 years ഗ്യാപ്പില്. 9 years. പക്ഷെ ഇത് 13 ആയില്ലേ? അതിൽ കൂടുതൽ വേറെ പുറത്തുണ്ട് സിനിമകൾ. എക്സാമ്പിൾ പക്ഷെ ദൃശ്യത്തിന്റെ എന്ന് വെച്ചാൽ ഒരു ഒറ്റ സെയിം സ്റ്റോറിയിലാണ് പോണത്. അതൊരു ഭയങ്കര വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഈ ദൃശ്യം 1-ൽ നിന്ന് ദൃശ്യം 3-ലേക്ക് എത്തിയപ്പോൾ ലാലേട്ടനിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ കണ്ടത്? ലാലേട്ടൻ കുറച്ചുകൂടി യങ് ആയി, ക്യൂട്ടായി, ഭയങ്കര ഫിറ്റ്നസിലോട്ട് കടന്നു. ഫുൾ വർക്ക്ഔട്ടും ഡയറ്റും. 2ന്റെ സമയത്തും ഡയറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി ലുക്കായി. ആണ്. നിങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടായത്? നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ തോട്ട് പ്രോസസ്സിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാകും. കുറെ ഒരു അതായത് ഇപ്പോൾ ഞാൻ ഒരു 21 ഒരു 23 ഒക്കെ ഉള്ള പയ്യന്മാരോ പെൺകുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോളെ മോനെന്ന് ഞാൻ വിളിക്കാറുണ്ട്. ആണല്ലേ, എനിക്ക് മാത്രം പറ്റിയതല്ല. ഞാൻ പെട്ടെന്ന് മോളെ മോനെ, ഞാൻ പെട്ടെന്ന് മോളെ മോനെന്നോ. അപ്പൊ ഞാൻ വൈബ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം. പക്ഷെ ഇത് എസ്തറിന് പറഞ്ഞാൽ മനസ്സിലാവൂല, അതിലേക്ക് കടക്കുന്നേ. എനിക്ക് തോന്നാറുണ്ട് എന്താ മോളെ മോനെന്ന് ഞാൻ അങ്ങനെ ആ വേർഡ് യൂസ് ചെയ്തില്ലെങ്കിലും അയ്യോ കൊച്ചു കൊച്ചല്ലേ എന്ന് വിളിക്കുമ്പോ ഞാൻ വിചാരിക്കും 19 എനിക്ക് 24. ഓക്കെ, കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി ഒന്ന് തട്ടി. നിങ്ങളുടെ ഇന്റർവ്യൂവിന് വരുന്ന വഴി അപ്പൊ കാണാനൊക്കെ വലിയൊരു സൈസുള്ള ഒരു പുള്ളിക്കാരനാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി സോറി മാഡം എന്നൊക്കെ പറഞ്ഞു. ആള് ഇവിടുത്തുകാരനും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഹൈവേ അല്ലേ സൂക്ഷിച്ച് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാനാണെ മറ്റേ ഇതിനു വേണ്ടി വരുന്ന മേക്കപ്പ് ഒക്കെ ഇട്ടാണ് ഹൈവേയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്. അപ്പോ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ശരി പോയിക്കോളൂ, ആധാർ കാർഡും ഇതും തരാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴാണ് ആള് 2007 ബോണോ എന്തോ ആണ്. വെറും 19 വയസ്സേ ഉള്ളൂ. ശരിയല്ല, എനിക്ക് 24, പുള്ളിക്ക് 19 ഉള്ളൂ. പക്ഷെ കാണാനും ഒക്കെ ഒരു ഭയങ്കര വലിപ്പമായോണ്ട് അപ്പൊ ആ ഒരു ഫീലിംഗ് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അക്നോളജ് ചെയ്യാറില്ല. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും എസ്തർ ചെറിയ കുട്ടിയാണെന്നുള്ള ഫീല് വരുന്നുണ്ട്. അനുസരിക്കില്ലേ അത്? അവസാനില്ലേ? അത് അതൊരു അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? എനിക്കൊന്നൊരു 10 കൊല്ലം കഴിയുമ്പോൾ അഡ്വാൻറ്റേജ് ആയിരിക്കും. എത്ര പ്രായമായാലും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയുമല്ലോ. അത് പറയാനേ കൊള്ളുള്ളൂ. നമ്മള് ബയോളജിക്കലി ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. നേരത്തെ ചോദിച്ചില്ലേ എന്താണ് മാറ്റം 1 മുതൽ 3 വരെ വന്നപ്പോ എന്നുള്ളത്. എനിക്ക് പേഴ്സണലി തോന്നിയ മാറ്റം, ഞാൻ ഹാപ്പിയർ ആണ്. അത് ഏജ് കൊണ്ടല്ല, നമ്മുടെ ഓരോരോ റിയലൈസേഷൻസ് കൊണ്ടും അച്ചീവ്മെന്റ്സ് പിന്നെ കണ്ടന്റ് ആവാൻ പഠിച്ചതുകൊണ്ടും. ഇപ്പോ സെൻഡിയയുടെ ഒരു ഹോളിവുഡ് ആക്ട്രസ്, പുള്ളിക്കാരത്തി ഒരു ഇന്റർവ്യൂല് പറയുന്ന കേട്ടു 20s ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു. എന്ത് ചെയ്യണം, ഓക്കെ എന്റെ കരിയർ, എന്റെ പീക്ക്, അത് ഇത് ഞാൻ ഇത് ചെയ്യണം. നൗ ഷീ ഈസ് നിയറിംഗ് ഹർ 30s ഓർ ഐ ഡോണ്ട് നോ ഇഫ് ഷീ എന്റർഡ് ഹർ 30s. ഷീ സെയിങ് ഷീ ഈസ് സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അപ്പം എനിക്കറിയത്തില്ല ഇത് ഈ ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് വരുന്ന ഒരു ഫീലിംഗ് ആണെന്ന് അറിയില്ല. ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ഒത്തിരി പേര് കല്യാണം കഴിച്ച് പോയി, ചിലപ്പോൾ പിള്ളേരുമായി. 24 വയസ്സിലോ?
21 ചിലർ കെട്ടി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ +2 മുതൽ കല്യാണം കഴിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ എനിക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം വീട്ടിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഫ്രണ്ട്സ് ഒക്കെ പിന്നെ വരുന്നത് ഹസ്ബൻഡിന്റെ കൂടെ ബൈക്കിലൊക്കെയാണ്, കറങ്ങാൻ പോണു. അപ്പൊ ഞാനും ആലോചിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പുറത്തു പോവാം, ബീച്ചിൽ പോവാം, പാർക്കിൽ പോവാം, ബൈക്കിൽ വരാം, ഇതിനു വേണ്ടി മാത്രം കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ എല്ലാ ഫ്രണ്ട്സും +2 സമയത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞു വന്നിരുന്നു. ഐ വാസ് സേയിങ്, അപ്പോൾ പുള്ളിക്കാറ്റി പറഞ്ഞ 30s ഒരുപാട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രായത്തിലുള്ളവർ വി ആർ ട്രൈങ് ടു റീഡിഫൈൻ ഇറ്റ്. ഈ പറഞ്ഞ 30s ആവുമ്പോൾ ഭയങ്കര ആങ്ഷ്യസ് ആവുക എന്നുള്ള സംഭവത്തിന് കുറച്ചുകൂടി നമ്മുടെ അച്ചീവ്മെന്റ്സ് വെച്ചിട്ടും നമ്മുടെ പ്ലാനിങ് ഒക്കെ അങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം സോ ദാറ്റ് ഇസ് ദെയർ. ഈ പറഞ്ഞ പോലെ ഞാനും കൺഫ്യൂസ്ഡ് ആവും ഇടയ്ക്ക്. ഇപ്പൊ വേഗം കെട്ടണോ, സെറ്റിൽഡ് ആവണോ, അതോ മെല്ലെ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് ഒരു 30s 40s ആകുമ്പോഴേക്ക് റിട്ടയർ ചെയ്ത് സെറ്റിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കണോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നുണ്ട്. ബട്ട് അറ്റ് ദ മൊമെന്റ് ഭയങ്കര കണ്ടന്റഡ് ആണ്, ഹാപ്പിയാണ്. പിന്നെ ഈ സ്ക്രീനേജിന്റെ ഒരു കാര്യം, ഞാൻ അടുത്ത ചെയ്യുന്ന സിനിമയില് 10ാം ക്ലാസ്സുകാരിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ലൈക്ക് അവരെ അപ്രോച്ച് ചെയ്തത് ഞാനിത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞു അയ്യോ അല്ല അപ്പം 24 ആയില്ലേ അപ്പോൾ നായികയായിട്ടൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ യാതൊരു തിരക്കുകളും ഇല്ല. ഞാൻ പറഞ്ഞു ഇൻഫാക്ട് ദൃശ്യം 3 വരുമ്പം ആൾക്കാർ ഡിസൈഡ് ചെയ്യട്ടെ എന്താ തോന്നുന്നത്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇത് ഓഡിയൻസിന്റെ ഒരു ഫീലിംഗ് ആണ്. അതായത് ഞാനായിട്ട് ഇമ്പോസ് ചെയ്യരുത്, ഓ ഞാനിപ്പോ എനിക്കിപ്പോ നായികയായിട്ട് അങ്ങനെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആവണം എന്നുള്ളൊരു സാധനം തോന്നരുത്. പക്ഷെ ആ ഒരു പ്രോസസ്സ് കൊള്ളാം. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുക, എല്ലാ പ്രായത്തിലുള്ളതും അല്ലെ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റുക. പിന്നെ അതൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റുകൾ കാണുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? പണ്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. കാരണം അന്ന് നമ്മൾ ഇത്രയും ഡിജിറ്റലി എക്സ്പോസ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് വിഷമം തോന്നും. അയ്യോ എന്താ പറയണത്, നമുക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷെ ഇപ്പൊ എനിക്ക് കാണുമ്പോൾ ശരിക്കും ഓക്കെ ഇപ്പൊ ഞാൻ അങ്ങനെയുള്ളൂ. ഇപ്പൊ എനിക്കത് കാണുമ്പോ ഒന്നും തോന്നാറില്ലല്ലേ? എസ്തറിന് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ? മൂഡ് പോലെ ഇരിക്കും. ചില സമയത്ത് നമ്മളിങ്ങനെ ആയിരിക്കും ഇത് എന്ത് ഇവര് ചെയ്യുന്നതെന്നുള്ള. ചില സമയത്ത് നമുക്ക് അതേപോലെ തെറി വിളിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ നമ്മളത് ചെയ്യില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കും, എന്റെ അനിയൻ പുള്ളി ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയയിലാണ്. പുള്ളി എല്ലാത്തിനും കമന്റ് ചെയ്യുന്നതാണ്. ലൈക്ക് പൊളിറ്റിക്കൽ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ റിലേറ്റഡ് എല്ലാത്തിനും കമന്റ്സ്. ഞാനാണ് ദൈവം ഈ ചെറുക്കൻ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ആരെങ്കിലും പറഞ്ഞു വരുമല്ലോ എന്നുള്ളത്. എനിക്ക് പൊതുവെ അങ്ങനെ കോമന്റ് ചെയ്യാൻ, ഇപ്പൊ എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റീസ് എനിക്ക് അറിയാത്തവര് ആണെങ്കിൽ പോലും ഞാൻ കമന്റ് ചെയ്യില്ല. എനിക്ക് കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര ചമ്മലൊക്കെയാണ്. ഇങ്ങനെ അങ്ങനെ കമന്റ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ആൾക്കാരുടെ ഗട്ട്സ് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും. പിന്നെ ഇപ്പം ഓവർ ടൈം റിയലൈസ് ചെയ്തൊരു കാര്യം, ഇതൊരു അനാലിസിസാണ് ഞങ്ങൾക്കൊക്കെ. ഞങ്ങളിങ്ങനെ ചുറ്റും ഫ്രണ്ട്സ് കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ആൾക്കാർക്ക് എന്തൊക്കെ ഫ്രസ്ട്രേഷനിലൂടെയാണ് ആൾക്കാർ കടന്നു പോകുന്നത്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, അതുകൊണ്ടാണ് ഈ പറയുന്ന കമന്റ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളൊക്കെ കമന്റ്സിൽ ഇങ്ങനെ വരിക എന്നുള്ളത്. പിന്നെ എന്താ പറയാ, ചിലപ്പം സ്ത്രീകൾ ഇഷ്ടമുള്ള പോലെ ട്രാവൽ ചെയ്യുന്നു. ഇപ്പൊ ഞാനൊക്കെ ഇത്രയും യങ് ഏജിൽ നടക്കുന്നു, പഠിക്കുന്നു, സിനിമ ചെയ്യുന്നു, ഇഷ്ടമുള്ള പൈസ നമുക്കുള്ള പൈസ വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക്. സ്ത്രീകൾക്കാവാം പുരുഷന്മാർക്കാവാം. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇവരെ മാക്സിമം നമ്മൾ തെറി പറയുന്നു എന്നുള്ളത് അവരൊരു റിഫ്ലക്ഷൻ ആണ്. അവരുടെ ലൈഫിൽ നടക്കുന്ന വിഷമങ്ങൾ അവർ ഇവിടെ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിച്ച് ചെയ്യുന്നതായിരിക്കും. സോ ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. ഇതിനൊന്നും പുറകെ ഞങ്ങളാരും പോകുന്നില്ല. പക്ഷെ സംടൈംസ് വി സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഭയങ്കര വിഷമവും തോന്നും. ഇങ്ങനെയുള്ള മനുഷ്യരെ ഒരു സിമ്പത്തി അല്ല, എന്തായാലും പറയാം, പെത്തറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ എന്നുള്ളത്. കാരണം ഇതൊക്കെ ആരും ഉണ്ടാവില്ല സംസാരിക്കാൻ, സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. തെറപ്പി ഒക്കെ എടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അയ്യോ പ്രാന്താന്ന് പറയാം ആൾക്കാർ എന്നുള്ള മാനസികാവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെ വളരെ ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ കമന്റ്സ് ഇങ്ങനെ എഴുതി പിടിക്കുന്നത്. എസ്തർ അപ്പൊ കൃത്യമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള കമന്റ്സ് നന്നായി. അപ്പൊ എനിക്ക് തോന്നുന്നു അവരങ്ങനെ ആർക്കും വേണ്ടാത്ത പോലെ ഒരു അല്ല അങ്ങനെ ജീവിച്ച് പോവാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അദ്ദേഹം മൈ സിമ്പത്തീസ്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരങ്ങനെ ആയിപ്പോയി. ഐ ഹോപ്പ് ദേ ഗെറ്റ് ഹെൽപ്പ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ പറഞ്ഞ പോലെ സംസാരിക്കാനോ ഒന്ന് കൂടെ ഇരിക്കാനോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പൊ എനിക്കൊന്നും അങ്ങനെ ഭയങ്കര വലിയ വലിയ അച്ചീവ്മെന്റ്സ് നടക്കുന്നതുകൊണ്ടൊന്നുമല്ല. നമുക്കൊരു ചായ കുടിക്കാൻ ഇപ്പോൾ ഒരു ഫ്രണ്ട്സിലൂടെ പോവാ, നമ്മളിരിക്കുക, തമാശ പറയാ, സ്കൂളിലെ കാര്യങ്ങൾ പറയാ, കോളേജിലെ കാര്യങ്ങൾ പറയാ. ലൈഫ് ഇസ് ഗുഡ് കണ്ടന്റ് ആണ്. നമുക്ക് അത്രയും മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിരുന്ന് കമന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നാറില്ല. മെയ് 21-ാം തീയതി എന്നുള്ളൊരു ദിവസത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലൂടെ പോകുന്നത്? ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ദൃശ്യം 3 റിലീസാണ്. ഡബിൾ ഹാപ്പി, ഡബിൾ ധമാക്ക ആണല്ലേ? അപ്പൊ ലാലേട്ടൻ ബർത്ത്ഡേയും ദൃശ്യം 3യുടെ എന്താ പറയാ ആദ്യത്തെ ദിവസം സക്സസ് സെലിബ്രേഷനിലേക്കൊക്കെ എത്തട്ടെ. അല്ലല്ല, അന്ന് തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. ദൃശ്യം 3 ഗംഭീര വിജയമാകട്ടെ. ഇനി 4ഉം 5ഉം 6ഉം ഒക്കെ ഉണ്ടാവട്ടെ. അതിലൊക്കെ നിങ്ങൾ ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് പ്രായമായ അമ്മൂമ്മയായൊക്കെ ഉള്ള ലെവലിലേക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റും. അപ്പൊ ഏതായാലും വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you.
Krishna Leela, Joy Alucas, world's favorite jeweler.